ജോജി, എടാ ജോജി, എണീക്കടാ. ആ കരിമ്പൂത് നിനത്തേന് നടക്കുന്നു. ആയക്ക് വേറെ പണിയില്ല. പാവം പൊടിയൻ കല്ലുപ്പിന്റെ മോളിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ 1 കഴിഞ്ഞു. ചെമ്പൂതം, കണ്ണിച്ചോര ഇല്ലാത്തവൻ. ഒരു കരിമ്പൂതവും ഒരു ചെമ്പൂതവും കുറെ നാളായി സഹിക്കുന്നു. ഇന്നൊരു പണി കൊടുക്കണം. സൂക്ഷിക്കണം, അറിയാലോ അനുഭവം. നീ പേടിക്കണ്ട. ജോജി, നിനക്ക് മാത്രം നേരം വെളുത്തില്ല അല്ലേ? എഴുന്നേക്കണം. ഇന്നലെ രാത്രി വൈകിയാ കിടന്നത്. എനിക്കൊട്ടും വയ്യ. വയ്യെങ്കിൽ എഴുന്നേറ്റ് ബുദ്ധിമുട്ടണ്ട. ഞാൻ പോയി താരാട്ട് പാടി ഉറക്കാൻ ആളെ ഏർപ്പാടാക്കാം. എവിടെ നോക്കിയാണോ ഓടുന്നത്? അവൻ എന്റെ കൈ കൃഷിയാ. ഈ ഏരിയയിൽ എവിടെയുണ്ടെങ്കിലും അവനെ പൊക്കണം. അത് ഞാൻ ഏറ്റു. കൂടി വന്നാ 10-25 കിലോയിലെ കാണോ, നമുക്ക് പൊക്കാം. ഈടാ മണ്ട, ആ പൊക്കലല്ല. പിന്നെ അവനെ എവിടെ വെച്ച് കാണുന്നു അപ്പൊ ഞാൻ ഓക്കെ എന്ന് പറയും. ഞാൻ എപ്പോ ഓക്കെ എന്ന് പറയുന്നു അപ്പൊ അടിച്ചോണം. ഓക്കെ? ഇതെവിടുന്ന ഈ വെള്ളം? ഈ കിണറ്റിനായിരിക്കും. ചിലപ്പോ കിണറ്റിലെ തിരകളൊക്കെ കിണർ ഇടിഞ്ഞ് താഴുന്നതിന് മുമ്പ് നമുക്ക് രക്ഷപ്പെടാം. ഓക്കെ? മനക്കെട്ടി ഞാൻ വെച്ചിട്ടുണ്ടോ? അണപ്പല്ല. ഇതെവിടെ ചുവന്ന വെള്ളം? ആ, പത്രത്തിൽ വായിച്ചില്ലേ ചോമ്പുഴയിൽ നിന്ന്? അതായിരിക്കും. എരിയോ? ഭയങ്കര അതിന്റെ മഴ പെയ്ത് പറഞ്ഞില്ലേ? അതുപോലെ മുളക് മഴ പെയ്തായിരിക്കും. എന്റെ അമ്മയെ കണ്ണു തീർന്നേ. അവനെ എവിടെ കണ്ടാലും ആരെങ്കിലും മൂട്ടി നാണിയോ ഊരടാ. പത്രം വായിക്കാൻ കണ്ടൊരു സമയം ഊരടോ. ഷട്ട
അല്ല ഇത് ഊരണോ? വലിക്ക് 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 വലിക്കണോ? കൊല്ലണോ ഞാൻ? എടോ, നിന്നോട് പറഞ്ഞു
എങ്ങോട്ട് പോയി വാ, അവിടെ നോക്കാം. നിക്കണം അവിടെ. നിൽക്കാൻ. ചേട്ടാ, ഒരു കുട്ടി. ഇവിടത്തെ കുട്ടി ഞാനാ, ശിവൻകുട്ടി. അല്ല, ചെറിയൊരു കുട്ടി. അതെന്റെ മകനാ, രാമൻകുട്ടി. ഇത് രണ്ടുമല്ലാതെ വേറൊരു കുട്ടി. ഇനി ഒരു കുട്ടി വേണ്ടേ വേണ്ടെന്നാണ് എന്റെ ഭാര്യയുടെ തീരുമാനം. ഓ, എന്റെ ചേട്ടാ, ഒരു കുട്ടി കൊണ്ട് ഓടി. ഒന്ന് മെനക്കെടുത്താൽ പോടോ. വാ, അവിടെ പോയി നോക്കാം. ഡാടാ, സൂക്ഷിച്ച് പോടാ. ചാക്കിലെന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാ എന്തു പറയും? പിന്നാക്കാന്ന് പറഞ്ഞാ മതി. പിന്നാക്കോ? എടാ, നിന്റെ തലയിലെ കാര്യമല്ല, ചാക്കിലെ കാര്യമാ പറഞ്ഞത്. സ്ഥലം എത്തി. മിണ്ടാതെ. അയ്യടേ, നിന്നെയൊക്കെ കക്കാൻ പഠിപ്പിച്ച എന്നെ വേണോടെ അടിക്കാൻ. 19 കടകൾ കുത്തി തുറന്നിട്ടും ഇനി നേരാവണ്ണം ഒന്നും പഠിച്ചില്ലെന്ന് വെച്ചാ പാത്തപ്പിയായി വേഗം ആവട്ടെ. ഇത് മഴല്ല, കൂട്ടാണ്. ഒറ്റ ചവിട്ടടിച്ചാന്നോണ്ടല്ല പട്ടി ചവമേ. എന്താടാ കൊച്ചുവായി വലിയ വർത്താനം പറയാൻ? ഇടിച്ച് നെഞ്ചാമുടി കളക്കി കളയും. പുളിഞ്ഞിരുന്ന് അറക്കടാ. ഇതെന്ത് ചെയ്യണം? ഇതൊരു മരണം. രാവടാ, രാവ്. ആരുടെ അകത്ത്? Hands up. അയ്യോ, ദേ തോക്ക്. ഞാൻ പോലീസല്ല, കള്ളൻ. വലിക്കല്ലേ പൊട്ടും. നീ ആരടാ? നിങ്ങളാരാ? ഞാൻ കള്ളൻ അല്ല, പോലീസ്. അതൊന്നും തരുക. ഹാൻഡ്സപ്പ്. ഇത് കളിത്തോക്ക. ഇതാരോടും പറയണ്ടേ? അയ്യോ, ഇതേത് പുതിയ തൊണ്ടി? തൊണ്ടിയല്ലടി, മഹാതെണ്ടിയാ. അത് ശരി. അപ്പൊ മോഷണമാണ് നിങ്ങളുടെ പണി. ഇത് ഞാൻ പോലീസിനോട് പറയും. വേണ്ട. എന്റെ സ്വഭാവം നിനക്കറിയില്ല, ഒന്ന് പറഞ്ഞോടറി. ആരായി നിൽക്കുന്നത്? അന്തസ്സുള്ള കുടുംബത്തിൽ പിറന്നവനും ആഭിജാത്യമുള്ളവനും പരമസുന്ദരനും ലോകിക ചെത്തിയെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവനും ഇരിക്കുന്നത്. ഞാൻ പിന്നെ കൊണ്ട് നടക്കുന്നല്ലേ ഉള്ളു മക്കളെ. എന്റെ മുമ്പിൽ വെച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ മാന്യന്മാരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞാണ്ടല്ലോ. അയ്യടാ, ഒരു മാന്യത ചെറിയ കോസ്റ്റ്ലിയാ. ദേ, എന്റെ സ്വഭാവം നിങ്ങൾ ബഹളം ഉണ്ടാക്കിയാൽ ഞാൻ പോലീസിനെ വിളിക്കും. മനസ്സമാധാനോട്ടൊന്ന് കക്കാന്ന് വിചാരിച്ച അവിടെ പറിച്ചാൽ കുരിച്ചുകള്. അല്ല, മക്കൾ അങ്ങനെ ഇതിനകത്ത് കയറി? അല്ല, നിങ്ങൾ എങ്ങനെ അകത്ത് കയറിയ? ഞങ്ങൾ താഴെ ഇറത്തി കയറി. ഞാനേ താഴെ ഇറക്കാതാ കയറിയ. ഇതാരിത്? ഇവൻ നമ്മളെക്കാൾ വലിയ കളനാ. ഇവൻ നമുക്ക് നോക്കാം. ഇവനിൽ നിന്ന് പലതും പഠിക്കാനുണ്ട്. എന്താ നിങ്ങൾ ഈ കൊച്ചിനെ പിടിച്ച് ഗുരുവാക്കാൻ നോക്കും മനുഷ്യ? വാ, അപ്പോഴേക്കും ഞാൻ കട തുറക്കണ ഇതൊക്കെ ആള് അടിച്ച് വന്നിട്ട് മാറ്റട്ടെ. പോ, വാ. പിള്ളേരെ, ആ ചാക്കും കൊണ്ടിങ്ങ് വരി. എടാ, ഇതെന്ത് പറ്റിയടാ നിനക്ക്? ഇതാ തോന്നുന്നെ. അതൊരു ആക്സിഡന്റാ. കോസ്റ്റ് മാത്രം മതി. ആ, നോക്കുന്നുണ്ട്. നിങ്ങളും ചുമ്മാ അപ്പൊ നിൽക്കാതെ ഇതെന്ത് വല്ലതും ചെയ്യും? എടുത്തോ. നാ. ഇങ്ങോട്ടാ. വാ. വര